എന്തിനോട് വേഗം വരാൻ പറഞ്ഞു? അതെ, മോള് വീണ്ടും വന്നിടക്കണം. പിന്നെയും പ്രശ്നമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ ഏതാ ചോദിച്ചാ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഒന്നും പറയണില്ല. വന്നപ്പോ തുടങ്ങിയതാണ് കരച്ചിലും വീഴ്ചയിലും. ഇത്ര നേരം അവിടെ കിടക്കായിരുന്നു. ഇപ്പൊ നമ്മുടെ അടുക്കളയ്ക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയാന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. സുലു മോളെ, മോളെ സുലു. മാമ എന്താ മോളെ, എന്താ അവിടെ ഉണ്ടായത്? ചോദിക്കുന്നതിന് സമാധാനം പറയും മോളെ. ഇല്ലാതെ വെറുതെ കരഞ്ഞു നിന്നിട്ട് എന്താ കാര്യം? എന്താ അവിടെ നടന്നതെന്ന് നീ പറയാതെ എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? എനിക്ക് അങ്ങേരെ കൂടെ ജീവിക്കണ്ട മാമ. എന്തിയെ? അവൻ നിന്നെ ഉപദ്രവിച്ച? പണയം വെച്ച സ്വർണം ബാങ്കുകാർ ലേലം ചെയ്തു മാമ. അപ്പൊ നിങ്ങൾ പലിശ കൃത്യമായിട്ട് അടച്ചോണ്ടിരുന്നതാണല്ലോ, പിന്നെ എങ്ങനെ പണ്ട ലേലം ചെയ്യണത്? ശമ്പളം കിട്ടുമ്പോ കൃത്യമായിട്ട് കൊടുത്തോണ്ടിരുന്നതാ. അങ്ങേരത് അടച്ചില്ല. ചോദിക്കാൻ ചെന്നപ്പോ എന്തേ അവൻ നിന്നെ തല്ലിയോ? എടി, അവന്റെ സ്വഭാവം നിനക്കറിയാവുന്ന സ്ഥിതിക്ക് നിനക്കാണ് കൊണ്ടുപോയി അടക്കായിരുന്നല്ലോ. എന്തിനാ അവന്റെ കയ്യിൽ കൊടുത്തത് നീ പൈസ? അച്ഛൻ രാവിലെ ജോലിക്ക് പോയ രാത്രിയല്ലേ ഞാൻ വരുന്നത്. ഞാൻ എങ്ങനെ പോയി അടയ്ക്ക? അളിയൻ എന്ത് വർത്താനാണ് ഈ പറയണത്? പിന്നെ അവന്റെ ഗുണോദ്ധാരം പറഞ്ഞോണ്ടിരിക്കണ? ഞാൻ അന്ന് അളിയനോട് പറഞ്ഞതല്ലേ, നാട്ടില് വല്ല ജോലിയും കൂലിയും ഉള്ളവനെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. അപ്പൊ അളിയൻ എന്തേ പറഞ്ഞത്? അവൻ ബോംബെയിലാണ്, ബോംബെയിലെ രാജാവാണ്, അവളെ പൊന്നുപോലെ നോക്കും. ഇപ്പതേ അനുഭവിച്ചോ? അവള് പറയണേൽ എന്താ തെറ്റ്? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കേണ്ടൊക്കെ സംഭവിച്ചില്ലേ. മോള് പ്രയാസപ്പെടണ്ട. മാമൻ ചെന്ന് അവനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇനി സംസാരിക്കാനൊന്നും പോണ്ട. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ ഒരു കാര്യം? ഒരു കുടുംബം ആവുമ്പോ ചെറിയ കശപിശൊക്കെ ഉണ്ടാവില്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉണ്ടാവൂ. അളിയ, അവക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുന്നു. അവക്കൊരു സർക്കാർ ജോലിയില്ലേ, മാന്യമായിട്ട് ജീവിക്കാൻ, വിദ്യാഭ്യാസവും ഇല്ലേ, ആരോഗ്യവും ഇല്ലേ. പിന്നെ എന്തിനാണെന്ന് ആ പോങ്ങനെ കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കാൻ ഇവൾ അവിടെ ചെന്ന് അവന്റെ തല്ലും കൊണ്ട് നിൽക്കുന്നത്? അങ്ങാട് ഒഴിവാക്കിയിട്ട് വേറെ കല്യാണം കഴിക്കാനോ? കല്യാണത്തിന്റെ കാര്യമൊക്കെ പിന്നെ തീരുമാനിക്കാന്നേ. അവൾ ഇവിടെ നിൽക്കട്ടെ, അളിയന് തൽക്കാലം ഒരു കൂട്ടാവല്ലോ. എടാ, ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒത്തുതീർപ്പാക്കാനാണ്, അല്ലാതെ ഇത് രണ്ടും രണ്ടിടത്താക്കാൻ വേണ്ടിട്ടല്ല. ഇനി ഒത്തുതീർപ്പാക്കാനൊന്നും ഇല്ല. എനിക്ക് ഞാൻ ബന്ധം വേണ്ട. ഏതായാലും അളിയന് ഒരു പണിയായി. നമുക്കൊന്ന് അവന്റെ വീട് വരെ ചെല്ലാം. എനിക്ക് 2 വർത്താനം അവനോട് പറയണം. എന്നിട്ട് എന്താ കാര്യം? അവക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അവനും തോന്നണ്ടേ? അല്ലെ ഇത് മുറുകും. അളിയൻ യാത്ര നമുക്കൊന്ന് അവിടത്തോളം പോകാം. എന്താണ് വല്ലതും നടക്കുവോ? വേടെ നടക്കല് 10 പൈസയില്ല. എന്താ വൈകുന്നേരം നോക്കണ്ടേ? എടാ, നിന്റെ കയ്യിൽ എന്നാണ് പൈസ ഉണ്ടായിട്ടുള്ള? എന്റെ മുടി മുഴിക്കാൻ പൈസയില്ല. എടാ, എന്തായാലും പണിക്ക് പോക്കൂടെ? എനക്ക് മേലും കൈ മേലെടുക്കുന്ന എന്തെങ്കിലും പണി എടുക്കുമ്പോ. പിന്നെ വൈകുന്നേരം ആകുമ്പോ ഓള് വരില്ലേ? അപ്പൊ ഓള് കുറച്ച് പൈസ ചോദിക്കാലോ. ഓളോ? ഏത് ഓള്? ഓള് പോയി. നീ വന്നാ വന്ന്, വന്നില്ലേ ഇല്ല. നീ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മള് ഇവിടെ സർക്കാർ ജോലിയുള്ള ഇഷ്ടംപോലെ പെണ്ണുങ്ങളില്ലേ? ഇഷ്ടം പോലെ ഇട്ട്. അവരൊക്കെ ഓഫീസിൽ നിന്ന് എത്ര മണിക്ക് വീട്ടിൽ എത്തും? ഒരു 5:30 എന്തായാലും എത്തുമല്ലോ. എത്തും. ഇവിടെ ഉള്ളവള് 6:30 ആയാലും വരില്ല, 7:30 ആയാലും വരില്ല. 8 മണിക്ക് വന്നാ വന്ന്, പിന്നെ അവക്ക് തോന്നിയ പോലെയാണെന്ന്. ഇല്ല, ഇതും വേണ്ട ഇങ്ങനെ വരാനായിട്ട് സർക്കാർ ഓഫീസിൽ എന്താ ഇത്ര ജോലി? എന്റെ ബലമായ സംശയം എന്തോ ചുറ്റിക്കളി ഉണ്ടാകും. നല്ലടാ, ഉണ്ട്. നീ എന്തിനാണായിട്ട് നിൽക്കുന്നത്? ഇത് എന്റെ വീട്ടിലാവണം. വളപ്പ് കേട്ടില്ല ഞാൻ. അല്ല പിന്നെ നിന്റെ കെട്ടിയോളി നാളെ ഓട്ടോ ഡ്രൈവറെ കൂടെ പോയില്ലേ? പോയി. അതുകൊണ്ടാണല്ലോ ഞാൻ കേട്ടാത്. ഈ വിഷയം കാലത്തെ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് വേറെ വിഷയം എടുത്തിട്ട് എന്റെ ഇച്ചിരി സ്വർണം പണയം വെച്ച് എന്റെ പലിശ അടയ്ക്കാൻ തന്നത്. ആ കാശ് എന്റെ ചെലവായി പോയി. അതിൽ കയറി അവൾ അങ്ങോട്ട് ഒരു പിടി. ഞാൻ കൊടുത്തരണം, അടിച്ച് പൊട്ടിച്ചില്ലേ? കൊടുക്കണം. ഇതേ സ്വഭാവം എന്റെ ഓള്. ഇങ്ങനത്തെ വർത്താനം കേൾക്കുമ്പോ ചവിട്ടം കണ്ടോക്കി കൊടുക്കണം. പക്ഷെ ഞാൻ ഓനെ തല്ലാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക്. ഇപ്പൊ ഓന്റെ ഭാര്യയാണ്. കല്ലും കൊണ്ടോണ്ടാ പോയേക്കണേ. നീ വന്നാ വന്ന്, വന്നില്ലേലില്ല. പക്ഷെ ഇനി അവളെങ്ങാനും ഈ പടി ചവിട്ടിയ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കണം. എന്റെ വീടാ. ഒരു കണക്കിന് പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലി ഇല്ലായിരിക്കണം നല്ലത്. അഹങ്കാരികളായി പോവും. തോന്നിവാസികളായി ആളുകൾ ഇനി പറഞ്ഞു തുടങ്ങും. എനിക്ക് അതാ വിഷമം. ഞാൻ എന്റെ വിഷമം എന്നറിയാം. എന്തെങ്കിലും നടക്കുവോ? ഞാനും അത് ആലോചിക്കണേ.
ഈ തെങ്ങ് മുറിച്ചു കൊടുത്താൽ എന്ത് കിട്ടൂടാ? ആകെ ഈ പറമ്പിൽ ഒരു തെങ്ങലില്ലേ? ആ തെങ്ങ് ഇപ്പൊ വെറുതെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയല്ലേ ചെയ്യണേ. എന്നാലോ അതുപോലെ നിൽക്കാൻ ഞാനെടുത്ത ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അതിനെ മുറിക്കാൻ എന്ത് കിട്ടും? പൈസ കിട്ടൂലപ്പാ. ചെറുതിലുള്ള കാശ് കിട്ടും. ചെറുതന്നെ പുള്ളന്നെ കിട്ടും. ആ എന്നാ മുറിച്ച് അതിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു. അതല്ലേ? ഓ ആ അത് കുഴപ്പമില്ല, എന്നാലും നോക്കാം. അതാരടാ വരുന്നു? എന്റെ ഭാര്യയുടെ സൃഷ്ടികർത്താവ്. ഓ ഇയാളും ഉണ്ടോ? എവിടെ ഇരിക്കണ നീ അവിടെ? എവിടേക്ക്? ഇങ്ങോട്ട് വേണ്ട, എന്തേലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. എന്താ മന്മത ഇത് എത്രാമത്തെ തവണയാണ്? നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നല്ല വിവരം പക്കത്തുള്ള ആളുകളല്ലേ. കുറച്ചൊക്കെ മര്യാദയ്ക്ക് പെരുമാറിക്കൂടണോ. എന്താ പറഞ്ഞ മര്യാദ? ആദ്യം മോക്ക് കുറച്ച് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, കെട്ടിയവനോട് എങ്ങനെയാ പെരുമാറേണ്ടെന്നുള്ളത്. അല്ല മന്മത, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ. നിനക്കുണ്ടായ ഒരു വീട് വിറ്റിട്ട് നീ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു. അവൾക്കുണ്ടായ പൊന്നും പണ്ടവും മുഴുവൻ പണയം വെച്ചും വിറ്റും നീ തിന്ന്. ഇപ്പൊ അവള് ബുദ്ധിമുട്ടി പണിക്ക് പോയിട്ട് നിന്നെ പോറ്റണ്. അതും പോട്ടെ എന്ന് നോക്കി ഇപ്പൊ രണ്ടാളും കൂടി തല്ലി പിരിഞ്ഞിട്ട് അവള് വീട്ടിലും വന്ന് നിൽക്കണ്. നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ മര്യാദക്ക് പറ. വീട്ടുകാർ വന്ന് തോന്നിയാസം പറയരുത്. ഞാൻ വീട് വിറ്റ് തൊലച്ചെങ്കിലേ അത് എന്റെ തന്ത എനിക്ക് തന്നത്. പിന്നെ സ്വർണവും ഇതൊക്കെ പണയം വെക്കാൻ അതിന്റെ പലിശ എടുത്ത് ചെലവാക്കി അത് എന്റെ ഭാര്യയുടെ. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ആവശ്യം? എടാ നീ ബോംബെയിൽ വലിയ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞിട്ടല്ലേടാ പെണ്ണിനെ കെട്ടിയത്. എന്നിട്ട് നീ ഒരു കച്ച് പണിക്ക് പോയിട്ടുണ്ടാ ഇതുവരെ? എടാ പെണ്ണിനെ കെട്ടിയാൻ പോറ്റാൻ അറിഞ്ഞൂടെങ്കിലേ കെട്ടാൻ നിൽക്കരുത്. ഇങ്ങനെയുള്ള എവിടെയൊക്കെ കെട്ടാനേ വേറെ ഒരുത്തിനും വരില്ല. എന്താണ് അവൾക്ക്? ആ അവക്ക് എന്താ അവൾക്ക് കുഴപ്പം? മോള് ജോലിയുടെ ഓഫീസിൽ പോയി അന്വേഷിക്കണം. അവർക്ക് അവിടെ പല ചുറ്റിക്കളികളും ഉണ്ട്. എന്ത് ചുറ്റിക്കളാ? എന്ത് ചുറ്റിക്കളി? അന്വേഷിക്കണം. എന്താ അന്വേഷിക്കണമെന്ന്? നീ അന്വേഷിക്കേണ്ട ആള്? അതെ, കെട്ടിയോണെന്ന നിലയ്ക്ക് ഞാൻ അന്വേഷിച്ച്, ഈ തന്ത എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ന് അന്വേഷിക്കുക. മോക്ക് അവിടെ എന്തൊക്കെ ചുറ്റിക്കളിയാണെന്നുള്ളത്. അവനെയൊക്കെ അടിച്ചാൽ നമ്മുടെ കൈനാറും. നമുക്കേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമില്ലേ? നമുക്ക് ഇന്നെ നിയമപരമായിട്ട് നേരിടാം. നീ വാടാ, പിന്നെ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാ. ചെല്ല് കോടതിയില്, കോടതി ചെല്ലപ്പോ ഞാൻ കോടതിയോട് പറഞ്ഞോളാം മോളെ സ്വഭാവ സവിശേഷതകളൊക്കെ. എന്താ എന്റെ പേര്? മന്മത പറയുന്ന ന്യായമുണ്ടല്ലേ? പേരുണ്ണി. നീ എന്റെ കൂട്ടുകാരനല്ലേ? ചീത്താക്കണത് പറഞ്ഞോളാ. അവരെന്നെ തല്ലി. വിളിച്ചപ്പോ നീ എന്തിനാ പോയേ? നിങ്ങൾക്ക് കിട്ടേണ്ട അടിയത്. വേദിച്ചാ വൈകിട്ട് സാധനം എടുത്തു തരാം. എന്തായിരുന്നു? ഡൈവോഴ്സ് കേസാണ് സാർ. ഡൈവോഴ്സ് കേസാണ്. ആഹാ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇല്ല, കുറച്ചായിട്ടുള്ളൂ. എന്താ പണി നിങ്ങക്ക്? ഞാൻ നാട്ടിലെ കൂലിപ്പണിയൊക്കെയാണ്. ഇതാരാ അച്ഛനാ? അച്ഛനാണ്. എന്താ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്താ? ഒത്തു പോണില്ല. ഒത്തുപോണില്ല എന്നൊക്കെ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. നിങ്ങക്ക് അപ്പൊ ഭാര്യക്ക് ജോലി ഉണ്ടോ? ആ, ഭാര്യ ടൈലറാണ്. ആ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ആ, കുട്ടിയുണ്ട്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ആൺകുട്ടിയാ പെൺകുട്ടിയാ? കുട്ടിയാണോ? എത്ര പ്രായം? 3 വയസ്സ്. 3 വയസ്സായ പെൺകുട്ടി ഉണ്ട്. എന്താ ഇപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ഇപ്പൊ ഈ ഡൈവോഴ്സ് ചെയ്യിക്കണോ? അത് വേണം. അച്ഛനും നിർബന്ധിച്ച് പറയുക തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പെണ്ണിനെ കൊണ്ട് ഉപദ്രവം എന്താ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല. ഇല്ല. ഉപദ്രവം അച്ഛൻ. ഓ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഉപദ്രവമില്ല, അച്ഛനാണ് ഇപ്പൊ ഉപദ്രവം. അതെ അതെ. കണ്ടോ, പെങ്ങളുടെ മൂപ്പർക്ക് ഭാര്യനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. ഇങ്ങക്ക് മൂപ്പരുടെ ഭാര്യ ഉപദ്രവമായി മാറുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്വയം ഡൈവോഴ്സിന് തയ്യാറായി വന്നേക്കാണ് മകൻ. അതല്ല സാർ, അതല്ല എന്റെ ഡൈവോഴ്സ് അല്ല, എന്റെ ഭാര്യയുടെ കാര്യമല്ല. ഞാൻ അച്ഛന്റെ ഡൈവോഴ്സിന്റെ കാര്യത്തിനാണ് വന്നുള്ളത്. അച്ഛന്റെ ഡൈവോഴ്സിന്റെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അച്ഛന്റെ അല്ല ഞാൻ ചോദിക്കണത്, ഇപ്പോ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ അമ്മല്ലേ? അത് നിങ്ങളുടെ അമ്മല്ലേ? അല്ല, എന്റെ അമ്മ മരിച്ചുപോയി. ഇതിപ്പോ ആരപ്പം ഡിവോഴ്സ്? നിങ്ങളുടെ മകനല്ലേ? അപ്പൊ പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? അച്ഛന് ഡൈവോഴ്സ് വേണം. അച്ഛന് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണത് അച്ഛനെ ഡൈവോഴ്സ് ചെയ്യണ ആള് ആരാണ്? അമ്മല്ലേ? നിങ്ങളുടെ അമ്മല്ലേ? അല്ല, എന്റെ അമ്മ മരിച്ചുപോയി. എന്തൊരു ഹാലാക്കാണ് റബ്ബേ. നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, നിങ്ങളുടെ ഞാൻ രണ്ടാമത് കെട്ടിയതാണ് വേറെ. അങ്ങോട്ട് മുമ്പ് പറഞ്ഞുകൂടെ? വെറുതെ മനുഷ്യനെ ഇടങ്ങറാക്കാൻ വേണ്ടിട്ട്.
അപ്പൊ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ ഭാര്യ. അതിനിപ്പോ ഡൈവോഴ്സ് ചെയ്യും വേണം. അതെ. എന്നാ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത് പിന്നെ? ഞങ്ങളൊക്കെ നിർബന്ധിച്ചിട്ട് കെട്ടിച്ചതാണ്. അച്ഛൻ ഒറ്റയ്ക്കാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇപ്പൊ ഇപ്പൊ വലിയ മതിയായി. ശല്യായി തുടങ്ങി. ശല്യം ചെയ്യുന്നു. അതെ, അച്ഛന് ഉപദ്രവമാണ്. ഉപദ്രവിക്കണ്ടോ? അതെ, ആ. എന്റെ മുതുകത്തിയാണ് അടിച്ചത്, മൂക്കിണ്ടിട്ട് ഇടിച്ചേ. പാലെന്താണെന്ന് പോയി. നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് 67 വയസ്സ്. ഈ കല്യാണം കഴിച്ച സ്ത്രീക്കോ? 35. 35. ആ, പീടിയൊക്കെ കൊള്ളു. എന്താ ഇപ്പത്തെ പ്രശ്നം എന്താ? പ്രശ്നം തന്നെ അച്ഛന്റെ ഓരോ സ്വത്തുവകകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അച്ഛൻ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാല് വിരല് പിടിച്ചിട്ട് പേപ്പറിലൊക്കെ അങ്ങനത്തെ അങ്ങനെ വേറൊരു വീടും പറമ്പും ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടില് ആ സ്ത്രീയുടെ കുറെ ആൾക്കാർ വന്ന് താമസിക്കാം. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അത് അവരുടെ പേരിലായി കഴിഞ്ഞു. എന്തായാലും അവിടെ ഗുമസ്തുണ്ട് പുറത്ത്. മൂപ്പരെ കണ്ടിട്ട് നിങ്ങളുടെ അഡ്രസ് ഒക്കെ കൊടുക്കുക, നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ കൊടുക്ക് കേട്ടോ. ഒഴിവായി കിട്ടുമല്ലോ. അത് ചെയ്യാം. മറ്റന്നാൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ശരി. ആ ഒഴിവാക്കി തന്നെ. ആയിക്കോട്ടെ. ആ ഇരിക്കും. എന്താണ് പ്ലംബർ മന്മത? ചെറിയൊരു കേസ്. കേസോ? ആ, വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ വെള്ളം അടിച്ച് നടുറോട്ടി വരുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ പുറത്തിറങ്ങാറില്ലല്ലോ, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതല്ല. ഓ ഓ ഓ ഡിവോഴ്സ് നോട്ടീസ് അല്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തല്ല സാർ. അല്ല, വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് താനെന്താ എന്നെ ഒന്ന് ഇതിനു മുമ്പ് വന്ന് കാണാഞ്ഞെന്തേ? അപ്പൊ ഈ പേപ്പർ ഇട്ടപ്പോ എനിക്ക് വായിച്ചിട്ടൊന്നും പിടികിട്ടില്ല ആദ്യം. പിന്നെ ആ, ഇവന്റെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് വായിപ്പിച്ചപ്പോഴാണ് ഇതാണെന്ന് മനസ്സിലായത്. നിങ്ങളാരാ കൂട്ടുകാരനാ? കൂട്ടാനല്ല സാർ, കൂടെ വന്നതാണ്. കൂടെ വന്നതാണ്. ആ, അപ്പൊ ഇതിപ്പോ ഇവരിങ്ങനെ ഡിവോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് മനപ്രയാസമൊന്നും ഇല്ല അല്ലേ? മനപ്രയാസം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല സാറേ. എന്താ കാരണം? മനപ്രയാസത്തിന് എന്താ കാരണം? ഒന്നുമില്ല, അവക്ക് സർക്കാർ ജോലിയുള്ള ആളല്ലേ. ആ ആ ആ ആ മാസം ഒരു വരുമാനം കിട്ടണുണ്ട്. അത് കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശിന്റെ കണക്ക് ഞാൻ ചോദിക്കുമ്പോ അത് കുഴപ്പമാണ്. അവൾ ഈ കിട്ടണ മുഴുവനും കൊണ്ടുവന്ന് അവളെ വീട്ടിൽ അവളെ അപ്പന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ, അത് ശരി. ഇവിടെ വീട്ടിലെ ചെലവിനൊന്നും തരില്ലേ? അതാണ് സാറേ. അപ്പൊ ഒരു ഭർത്താവെന്ന നിലയില് നിങ്ങള് പണിക്ക് പോവില്ല എന്നുള്ള കാര്യം അറിയാം, കുറെ കാലമായിട്ട് അറിയാം. പണിയില്ല സാറേ, അതുകൊണ്ടാണ്. അല്ലെന്തെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവാറില്ലല്ലോ. കാരണം വെള്ളം അടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കിടക്കേണ്ട കാര്യം ഇപ്പൊ അങ്ങനെ പഴയ പോലെ ഒന്നും ഇല്ല സാറേ. ഇല്ല. അപ്പൊ കാശ് കിട്ടുണ്ടാവില്ല, ഇപ്പൊ അവര് തരണ്ടാവില്ല അല്ലേ? ഇല്ല. അപ്പൊ അതെന്തിനാവട്ടെ. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഈ ഡിവോഴ്സ് ചെയ്യണതില് നിങ്ങൾക്ക് വിഷമല്ല. ഡിവേഴ്സ് കിട്ടിയാൽ കൊള്ളാന്നുള്ളത് തന്നെയാണ്. ആ, പിന്നെന്താ കൊള്ളാത്തത്? എന്താ ഈ ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഇവര് ഡിവോഴ്സ് ചെയ്തിട്ട് അവര് അധ്വാനിക്കുന്ന പൈസ കൂടി കിട്ടണം അല്ലേ? അതിനുള്ള പദ്ധതി ഉണ്ടാവണം. അങ്ങനെയല്ല. എന്താണോ? വേറൊന്നുമല്ല, മാസം 10,000 രൂപ വീട് വാടക കൊടുക്കണം. ആ, കൊടുക്കണം. അത് ശരിയാ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ അധ്വാനിച്ച കാശ് കൊടുത്താലാണ് ഈ വീട്ടുടമസ്ഥൻ കാശ് വാങ്ങുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ അധ്വാനിച്ച കാശ് കൊടുത്താൽ വീട്ടുടമസ്ഥൻ വാങ്ങൂല കാശ് അല്ലേ? അല്ല സാറേ, ഞാനും അയാളുമായിട്ടാണല്ലോ കരാറ്. എന്ത് കരാറിടോ? ഒരു കുടുംബം നോക്കേണ്ട ഒരു മനുഷ്യൻ, നല്ല ഒന്നാന്തരം പണിയാറാണ് ആളാണ്, നല്ല പ്ലംബറാണ്. ഒരു പണിക്ക് വിളിച്ചാൽ വരൂല. പണിക്ക് വിളിച്ചാൽ അത് പൊതുവെ പറയാനുണ്ട്. ആ, നിങ്ങൾക്ക് എന്താ പണി? ഞാൻ പണിക്കോല്ല സാറേ. പണിക്കോല്ല. പണിക്കോല? പണിക്ക് പോയില്ല, കൂട്ടുകാർ പോകും. നിങ്ങളും പണിക്ക് പോയില്ല? കുറവാണ്. അപ്പൊ നിങ്ങളുടെ കാര്യം എന്നാ പറയും? ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് വേണം. പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് ഞാൻ തരണോ? അല്ല, അങ്ങനെയല്ല. പൈസ കിട്ടാനുള്ള ഒരു വകയും കൂടി ഉണ്ടാക്കണം. അപ്പൊ അവരുടെ ഡിവോഴ്സ് ചെയ്താലും അല്ലേ? അങ്ങനെ എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ എന്നുള്ളതാ. ഇതിപ്പോ ഹിന്ദു മാരേജ് ആക്ട് 24 പ്രകാരം ഒരു നിയമമുണ്ട്. ഈ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിന് ഒരു നിശ്ചിത തുക കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. സാറേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട സാറേ, ധൈര്യമായിട്ട് കേസുമായിട്ട് നീക്കിക്കോ. കാരണം കൈ കിട്ടുമല്ലോ അല്ലേ? എന്റെ ഭാര്യ ഒന്നും കണ്ട. സാറേ എന്റെ ഭാര്യ വേറെ തന്നെ ഒളിച്ചോടി പോയി ഒരു ഓട്ടോറിക്ഷക്കാരന്റെ അപ്പുറം. ഓളെ കൈമുന്ന് എനിക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന വല്ല നിയമം ഉണ്ടാവും സാറേ? ഇതൊന്നും കഴിയട്ടെ കേട്ടോ. മതി സാറേ. കൂട്ടുകാരനല്ലേ കൂടെ വന്നാണ് അല്ലേ? അതെ. അപ്പൊ ഞാൻ ഈ വഴിക്കൊന്ന് നീങ്ങി നോക്കാം സാറേ. എന്നാ പിന്നെ ഈ വരുന്ന അടുത്ത ദിവസം തന്നെ ഈ കേസ് ഒന്ന് തീർപ്പാക്കിയല്ലേ വേഗം അല്ലേ? അപ്പൊ ഞാൻ കാശും കൂടി വേഗം കിട്ടുമല്ലോ അല്ലേ? കാശിന്റെ ഉണ്ടല്ലോ സാർ. ഈ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയ കുടുംബത്തിന് ചീത്തപ്പേരാവും. അത് സാറേ വലിയ തറവാട്ടികളാണ്. തറവാടികളാണ്. അതെ ഭയങ്കര തറവാടികൾ. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തറവാടികൾ രണ്ടാളും
ഇപ്പൊ തൽക്കാലം എന്നാ പോയിക്കോ, ഞാനൊക്കെ ഒന്ന് നോക്കട്ടെ. എനിക്കൊരു സംശയം. എന്താണ്? ഇപ്പോ സർക്കാർ ജോലിയുള്ള എന്റെ ഈ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യുമ്പോ എനിക്ക് മാസാമാസം ഒരു തുക കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അത് കോടതി തീരുമാനിക്കണം, എന്നാ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ സർക്കാർ ജോലിയുള്ള വേറൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഈ തുക കിട്ടുമോ? എന്റെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവേ. എനിക്ക് കിട്ടൂലല്ലേ? ആളെ കൊണ്ട് പോയാ പോയിക്കോ. സാറേ ഇപ്പം പറഞ്ഞ എനക്കും തിരിഞ്ഞിട്ട. അത് തിരിയില്ല. നിങ്ങൾ രണ്ടാളും ഏകദേശം ഒരേമാതിരി തന്നെയാണ്. ഇത് നോക്കി കെട്ടാം. പോയിക്കോ. സ്പീഡാക്കൂല. സ്പീഡാക്കാം. സാറേ നമസ്കാരം. സാറേ നമ്മള് മോളുടെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നല്ലോ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് വേറൊരെണ്ണം തിരിച്ചയച്ചിട്ടുണ്ട്. അതിലിപ്പോ മോള് ഭർത്താവിന് ചെലവിന് കൊടുക്കണമെന്നാ. ഗവൺമെന്റ് ജോലിക്കാരി ആയിട്ടുള്ള എന്റെ മോള് ഈ വേലയും കൂലിയൊന്നും ഇല്ലാത്ത ഇയാൾക്ക് എന്തിന് ചെലവിന് കൊടുക്കണം? അല്ല, അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ട്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഭാര്യയാണ് ഡൈവോഴ്സിന് അപേക്ഷിക്കണമെങ്കിൽ, ഇപ്പൊ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയുണ്ട്, ഭർത്താവിന് വേലയും കൂലിയൊന്നും ഇല്ലെങ്കിൽ ഭാര്യ ജീവനാംശം കൊടുക്കണം. അതെന്ത് നിയമമാണ് സാറേ? അതിൽ എന്ത് ന്യായാണുള്ളത്? രാഘവ സർ, ആ മുംബൈ ഹൈക്കോടതിയുടെ പുതിയ വിധിപ്പകർപ്പ് വന്നിട്ടുണ്ട്, അതിന്റെ ഒരു കോപ്പി എടുക്കൂ. സർ. ഈ ഭാര്യ കൊടുക്കേണ്ടി വരുമോ സാറേ? ഭാര്യയാണല്ലോ ആവശ്യപ്പെടുന്നത്, അപ്പൊ ഭാര്യ കൊടുക്കണം. ഇത് ന്യായമല്ലെന്നും നിയമമല്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോടതിക്കല്ല, മുംബൈ ഹൈക്കോടതിക്ക്. അയ്യോ, അപ്പൊ ഇനി നമ്മള് മുംബൈക്ക് പോണ്ടി വരൂ? അതൊന്നും വേണ്ടി വരില്ല. സർ, അതിന്റെ അമെൻമെന്റ് പുസ്തകം കൂടി വേണ്ടേ? അമെൻമെന്റ് ബുക്ക് കൂടി വേണ്ടേ? കണ്ടത് മതി. ഇതാ നിയമം വെച്ചിട്ടേ പോയൊരു കളി കളിച്ചതാ. നമുക്ക് തിരിച്ചൊരു കളി കളിക്കാം കോടതിയിൽ. ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഈ പറയുന്ന കക്ഷി എന്താ പേര്? മന്മഥൻ. ഈ മന്മഥന് വിവാഹശേഷം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അവന്റെ കയ്യിലിരിപ്പേണ്ട നമ്മള് ഹൃദയം പൊട്ടിച്ചാകും. ആ ജാതിയാണ് അവന്റെ ചെയ്തികള്. അല്ല, ഇയാള് ഈ മുംബൈയിൽ നിന്ന് ജോലി നിർത്തിയിട്ട് നാട്ടിൽ വരാൻ എന്താ കാരണം? വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നു അസുഖം? അല്ല, അസുഖമൊന്നുമില്ല. ജോലി ചെയ്യാൻ വയ്യ, അതന്നെ. അപ്പൊ ഈ ജോലി ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോ അയാൾക്ക് ഈ ശരീര തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും, പാദത്തിന്റെ എന്തെങ്കിലും? മടിയാണ് സാറേ, പണിയെടുത്ത് തന്നെയില്ല. ഭാര്യ പണിയെടുത്ത് ചെലവിന് കൊടുക്കണം. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അല്ല, അപ്പോ അത് ഞാൻ ഏറ്റു. ഈ കേസ് നമ്മൾ ജയിക്കും. അപ്പൊ ചെലവിന് കൊടുക്കണ്ട നമ്മള്? ചെലവിന് കൊടുക്കണ്ട. ഒരു അസുഖം ഇല്ലാതെ ഇത്തരം പല നിയമങ്ങളായിട്ട് ഇറങ്ങി പുറപ്പെട്ടുള്ള ചിലരുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പിടിക്കണം. നിങ്ങൾ വിട്ടോ. എന്നാ വലിയ ഉപകാരം സാർ. ഓക്കെ.